ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഉറക്കം തികയാതെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ചില സമയങ്ങളിൽ. ആ സമയത്ത് ചായക്ക് അടുപ്പിൽ വെള്ളവും വെച്ച് ഒന്ന് മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ സൂര്യൻ ഉണ്ടാവും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. ആ ഒരു സമയത്ത് ഞാനും ഉണ്ടാവും ഇലകൾക്കിടയിൽ ഇങ്ങനെ ക്യാമറ കണ്ണുകൾ ഒളിയിപ്പിച്ച് ആ ഒരു ദൃശ്യം പകർത്താനായിട്ട് കാത്തിരിക്കുന്നു. 2 ക്ലിപ്പ് വീഡിയോ കിട്ടിയ എൻ്റെ പരാതിയും മാറി, എൻ്റെ മൂഡ് ഓഫും മാറി. പിന്നെ നമ്മുടെ വീടിനെ അങ്ങ് നോക്കുമ്പോൾ ഒരു എനർജി ആട്ടോ. ഈ വീട് എൻ്റെ സ്വന്തമാണല്ലോ എന്നുള്ളൊരു സന്തോഷം ഉള്ളിൽ ഇങ്ങനെ കയറി വരും എനിക്ക്. മക്കളെ, ജീവിതത്തിൽ വീടാവാൻ കൊതിയോടെ കാത്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഈ ഒരു വീടായപ്പോൾ എൻ്റെ സന്തോഷം എന്തൊക്കെയൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടുള്ള പൊട്ടത്തരങ്ങളാണെങ്കിൽ ക്ഷമിക്കാട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷം മൂക്കുമ്പോഴുള്ള ഒരു കാലിച്ചായ കൂടിയുണ്ട്. കാലിച്ചായ കുടിച്ച് തീരുമ്പോഴേക്ക് പിന്നെ പുറത്തുനിന്ന് കോഴികൾ കലപില സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് ഫുഡ് കിട്ടാത്ത പരാതിയൊക്കെ ഉണ്ടാവും. ഏതായാലും അവരൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ മക്കൾക്കുള്ള ഫുഡ് ആദ്യം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അടുക്കളയിൽ കിടന്ന് പരതുകയാണ് കേട്ടോ. ചായക്ക് ഒരടുപ്പിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ചോറ് തീമിടലാണ് പിന്നത്തെ പണി. ചോറ് അടുപ്പിലിട്ടില്ലെങ്കിൽ പിന്നെ സെയിനിന് പോകാനാവുന്ന സമയത്ത് ചോറ് വെന്തിട്ടില്ല. അപ്പോൾ 2 അടുപ്പിലും ഇതുപോലെ പെട്ടെന്ന് ചോറും ചായയാണ് ആദ്യം റെഡിയാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ആ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഞാൻ അടിച്ചുണ്ടാക്കി ആ ഒരു മുഷിഞ്ഞ ശീലം അവിടെ വിരിച്ചിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇന്ന് നമ്മൾ റാഗി സേമിയ കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഈ റാഗി കൊണ്ടുള്ള സേമിയന് പുട്ടുണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് ഉപ്പുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ കുതിർത്തി വെച്ചാൽ ആ ഉപ്പൊക്കെ അതിലേക്കൊന്ന് കയറി നന്നായി ഒന്ന് ലൂസായി വരും. ഇനി ഞാൻ റാഗി സേമിയയിലേക്കുള്ള തേങ്ങ ചിരകിയെടുക്കുകയാണ്. ചിരവ വാങ്ങി വെച്ചു എന്നല്ലാതെ വല്ലപ്പോഴാണ് തേങ്ങ ചിരകാറുള്ളത്. തേങ്ങ ചിരകാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ സേമി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുതിർന്ന് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റീലിൻ്റെ ഈ ഒരു കുറ്റിയിലിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. അടിഭാഗത്ത് നന്നായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമ്മൾ ഈ ഒരു സേമിയ തിക്കാവാതെ ഇങ്ങനെ ലൂസാക്കി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ ഇതുപോലെ നന്നായി ഒന്ന് തേങ്ങ വിരിച്ച് ഇതുപോലെ അടച്ച് നമുക്ക് ഇനി പുട്ടുംകുറ്റിയുടെ മുകളിലേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ അരിപ്പുട്ട് ചുടുന്നത് പോലെയല്ല കേട്ടോ. ഈ സേമിയപ്പുട്ട് പെട്ടെന്ന് ആവി കയറി പെട്ടെന്ന് തന്നെ റെഡിയാവും. അതിനിടയിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് തേങ്ങാപ്പാലാണ് ഏറ്റവും ടേസ്റ്റ്. ബ്രൗൺ കളറായിട്ടുള്ള നമ്മളെ പുട്ട് വിളമ്പാനായിട്ട് വെളുത്തൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെന്ത പുട്ട് കമഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ചില്ലൊക്കെ എടുത്ത് വീണ്ടും ഞാൻ പുട്ട് ഇടാൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ പുട്ടാണ്. തേങ്ങാപ്പാൽ റെഡിയാക്കുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ അരിച്ചതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഇതിലേക്ക് നല്ല കട്ടിയാവും അത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് ഒപ്പിക്കുന്നുണ്ട്. ഇല്ലാത്ത സാധനങ്ങളൊന്നും പെട്ടെന്ന് വാങ്ങാനുള്ള സാഹചര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഏകദേശം ഉള്ളതൊക്കെ ഒപ്പിച്ച് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കുട്ടികളെ പറഞ്ഞേക്കാണ് ചെയ്യുന്നത്. ഒരാഴ്ചക്ക് 2 ആഴ്ചക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാറാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഇടയ്ക്ക് സാധനങ്ങൾ ഡ്രൈവറെ പറഞ്ഞയച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത്. ചായയോട് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പിന്നെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം അകത്തേക്ക് പോവുകയാണ്. ഇനി അകത്തുള്ള ക്ലീനിങ്ങൊക്കെ ബാക്കി ചെയ്യാനുണ്ട്. ബെഡൊക്കെ ഞാൻ ആദ്യം തന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി നീറ്റാക്കി ക്ലീനിങ്ങും കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ മനസ്സുപോലെ തന്നെ വീടും ചുറ്റുപാടൊക്കെ ക്ലീനായി നല്ല നീറ്റായി കിടക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് കൂളാവും. അതേപോലെ തന്നെ ആവും അപ്പോൾ വീടിൻ്റെ ഒരു സൗന്ദര്യം നമ്മുടെ കണ്ണിലൂടെ നോക്കി കാണുമ്പോൾ ഭയങ്കര കൂളായിട്ടുള്ളൊരു എഫക്റ്റ് ആവില്ലേ. പിന്നെ നമ്മുടെ കോഴികളെടുത്ത് എത്തി അവർക്ക് തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ. ചില കോഴികൾ ഇവിടെ ചോറ് കഴിക്കാതെ അരി മാത്രമേ തിന്നുള്ളൂ. അപ്പോൾ അവൾക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ ഓരോരുത്തർമാർ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മോള് വന്നാൽ പിന്നെ അവരെ ഫോട്ടോ ഒക്കെ എടുക്കലാണ് പണി. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവരൊന്നും അല്ലാത്ത മറ്റൊരു വിശേഷം കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് വാങ്ങിയതാണ് ഈ ഒരു പ്ലാന്റ് കേട്ടോ. നമ്മളെ അബിയു ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. വലിയ പ്ലാന്റാണ് ഞാൻ വാങ്ങിയത്.
എനിക്ക് ചെറുത് കായ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനൊന്നുള്ള സമയം തോന്നിയില്ല. എല്ലാവരും ഇപ്പോൾ അബിയു പ്ലാന്റ് ഫ്രൂട്ടാണല്ലോ, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പോയി സ്വന്തമാക്കിയതാണ്. കണ്ടില്ലേ, അബിയു ഫ്രൂട്ടാണ്. എന്തായാലും ഞാൻ വലിയ മരം തന്നെ വാങ്ങി, അതിന് വലിയ ഒരു പോട്ടൊക്കെ വാങ്ങി ഞാൻ അതിൽ പോട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണൊക്കെ ചേർത്ത് നന്നായി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അബിയുവിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഇപ്പോൾ ഒരുപാട് കായ വന്നിട്ടുണ്ട്. നന്നായി ചെറിയ കായകൾ പിടിച്ച് വന്നിട്ടുണ്ട്. 1-2 പഴുത്തത് നമ്മൾ അറുത്ത് വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ കമ്പുകളിലും നന്നായി വന്നിട്ടുണ്ട്. താഴെയുള്ള ഈ ഒരു ചെറിയ ചില്ലയിൽ പോലും കായകൾ ഉണ്ടായിട്ടുണ്ട്. പച്ചച്ചാണകം നമ്മൾ പുളിപ്പിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇവർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് നന്നായി കായകൾ തന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ പോയി കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അറ്റത്തൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് മതി നമുക്ക് ലെമൺ ജ്യൂസ്. ലെമൺ ഇല്ലെങ്കിലും ലെമൺ ജ്യൂസ് നല്ല ടേസ്റ്റുള്ള ജ്യൂസാക്കി എടുക്കാൻ വേണ്ടി നന്നായി പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത്. പിന്നെ നമ്മുടെ അബിയു പ്ലാന്റിൻ്റെ ഒപ്പം വാങ്ങിച്ച ഒരു പ്ലാന്റാണിത്, സ്ട്രോബെറി പേര. അതും അത്യാവശ്യം വലിപ്പമുള്ള തൈയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ പഴയ അമ്പഴത്തിൻ്റെ തൈയാണ്. വീണ്ടും ഞാൻ അതിൻ്റെ തളിര് ഭാഗം പൊട്ടിച്ചു കൊടുത്ത് അതിനെ നന്നായി ബുഷിയാക്കി എടുക്കുകയാണ്. ഇണർപ്പുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കോഴീൻ്റെ ഈ ഒരു ഭാഗത്ത് നന്നായി ഇപ്പോൾ മരങ്ങളിങ്ങനെ വെച്ച കാരണം അവർക്ക് ഒരു നല്ലൊരു ഭംഗിയായി ഈ ഭാഗത്ത്. അതുപോലെ ചാമ്പയുടെ ആ ഒരു തൈയും ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് ആണ്. ഇത് നന്നായി ഫ്ലവർ വന്നിട്ടുണ്ട്. ഇനി തിക്കായിട്ട് തന്നെ കായകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല പോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് ഞാൻ ചില്ലകൾ മുറിച്ചു കൊടുത്ത് ബുഷിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് വെജിറ്റബിൾ നട്ടതിന് ഇടയിലാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ച് ഇതുപോലെ തളിരുകൾ വന്നു തുടങ്ങി. ഇനി ഇതിന് വലിയ കമ്പൊക്കെ കുത്തി അത് കെട്ടിയൊക്കെ വളർത്തണമെന്ന് തോന്നുന്നുണ്ട്. എനിക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇനി ഓരോന്നും പഠിച്ചെടുക്കാനുണ്ട്. പുറത്ത് നമ്മൾ കൂടുതൽ നേരമൊന്നും കാഴ്ച കണ്ട് നിൽക്കാൻ ഇപ്പോൾ പറ്റില്ല. നല്ല ചൂട് കൂടിയിട്ടുണ്ട്. നല്ല പൈനാപ്പിൾ ജ്യൂസ് മോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് അകത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇനി ഉച്ചയിലെ ഫുഡൊക്കെ കഴിഞ്ഞു, ഒന്ന് റെസ്റ്റ് എടുക്കാം. എപ്പോഴും തണുപ്പുള്ള ജ്യൂസ് നമുക്ക് പൈനാപ്പിളിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ. ഏത് ഫ്രൂട്ട്സാണ് നമുക്ക് ആ ഒരു സമയത്ത് വില കുറഞ്ഞ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിയിട്ട് നന്നായി കട്ട് ചെയ്ത് നമുക്ക് പ്ലാസ്റ്റിക്കിന് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ നമ്മൾ അത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ നല്ല തണുത്ത ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം. ഫ്രൂട്ട്സ് ഒരുപാട് ദിവസം നമുക്ക് കേടാവാതെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയയ്ക്കുക. എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.